മനസ്സിലിരിപ്പ് എ ക്രിയേറ്റീവ് ട്രാവലോഗയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നടക്കാതെ പോയ ഒരു ടെലിഫിലിം പ്രോജക്റ്റിൻ്റെ കഥയാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിലെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ ഒരു ടെലിഫിലിം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ടെലിഫിലിം ആവശ്യമായിട്ടുള്ള സ്ക്രിപ്റ്റിന് വേണ്ടി അവർ പലരെയും സമീപിച്ചു. അവർക്ക് അത്തരത്തിൽ അതിന് പര്യാപ്തമായ ഒരു സ്ക്രിപ്റ്റ് ലഭിക്കാതെ വരികയും അത്യാവശ്യം സാഹിത്യ മേഖലയിലൊക്കെ ഇടപെടുന്ന ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അവർ ഒടുവിൽ എന്നെ സമീപിക്കുകയും തങ്ങൾക്ക് ടെലിഫിലിമിന് ആവശ്യമായ ഒരു ചെറിയ സ്ക്രിപ്റ്റ് എഴുതി തരാമോ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ മുമ്പ് അത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് മുതിർന്നിട്ടില്ല. അപ്പം ഒരു ദൃശ്യ ആഖ്യാനം രചിക്കുക എന്നുള്ളത് അതുവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എങ്കിലും വിദ്യാർത്ഥികളുടെ നിരന്തരമായ പ്രേരണ നിമിത്തം അത്തരം ഒരു ഉദ്യമത്തിന് മുതിരുകയും കുറച്ചധികം സമയം എടുത്തുകൊണ്ട് ഒരു തിരക്കഥ തയ്യാറാക്കി അവർക്ക് നൽകുകയും ചെയ്തു. പക്ഷെ അവിടെ ഒരു പ്രശ്നം സംഭവിച്ചു. എന്നോടാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു തിരക്കഥയ്ക്ക് ആവശ്യപ്പെട്ടത്. അതിന് പ്രകാരമാണ് ഞാനത് കുറച്ച് സമയവും ദിവസവും എടുത്ത് തയ്യാറാക്കിയത്. അപ്പം അതിന് സമാന്തരമായി മറ്റൊരു അധ്യാപകൻ മറ്റൊരു തിരക്കഥ ഉണ്ടാക്കുകയും ആ തിരക്കഥയായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഒരു ടെലിഫിലിമിന് 2 തിരക്കഥ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലേത് തിരക്കഥ സ്വീകരിക്കണം എന്നുള്ളൊരു പ്രശ്നം, രണ്ടും അധ്യാപകരായതുകൊണ്ട് ഇതിലേത് സ്വീകരിക്കണം എന്നുള്ളൊരു പ്രശ്നം ഉയർന്നു വന്നു. അപ്പോൾ ആ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വാലിഡേറ്റ് ചെയ്യാൻ, ഇതിൽ ഏറ്റവും ഉചിതമായ ടെലിഫിലിമിന് ഏറ്റവും ഉചിതമായ തിരക്കഥ ഏതാണെന്ന് വാലിഡേറ്റ് ചെയ്യാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്ന ഒരാളെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ വർഷമാണ് പേരാമ്പ്ര സ്വദേശിയായിട്ടുള്ള ചലച്ചിത്ര നിരൂപകനായിട്ടുള്ള NP സജീഷിന് ഏറ്റവും നല്ല ചലച്ചിത്ര നിരൂപണ ഗ്രന്ഥത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത്. അപ്പം പേരാമ്പ്രക്കാരനായിട്ടുള്ള ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ്റെ പക്കൽ NP സജീഷിന് മുൻപാകെ ഈ 2 തിരക്കഥകൾ വാലിഡേറ്റ് ചെയ്യാൻ കൊടുത്തുവിടുകയും അതിനനുസരിച്ച് അദ്ദേഹം അതിൻ്റെ വാലിഡേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ആ വാലിഡേഷൻ ചെയ്തതിൻ്റെ പ്രകാരം ഒരു തിരക്കഥയെ പാടെ തള്ളിക്കളയുകയും മറ്റൊരു തിരക്കഥയെ ചില മാറ്റങ്ങളോടെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആ തിരക്കഥ ഞാൻ എഴുതിയതായിരുന്നു, മാറ്റങ്ങളോട് അംഗീകരിച്ച തിരക്കഥ ഞാൻ എഴുതിയതായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ അതൊരു ഈഗോ ക്ലേഷിൻ്റെ ഒരു പ്രശ്നം ആയി മാറി. പ്രത്യേകിച്ച് രണ്ടാളും സാഹിത്യ മേഖലയിൽ ചെറിയ ഇടപെടലൊക്കെ നടത്തുന്ന ആൾക്കാരെന്ന നിലയ്ക്ക് ഒരു ഈഗോ ക്ലേഷിലേക്ക് അത് നയിക്കുകയും അങ്ങനെ ഇത് രണ്ടും വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി NSSRയുടെ ടെലിഫിലിം പ്രോജക്റ്റ് അവിടെ നിന്നുപോയി. നിർഭാഗ്യകരമാണത്. കാരണം വിദ്യാർത്ഥികൾ അത് ആഗ്രഹിച്ചിട്ട് നടപ്പിൽ വരുത്താൻ ആഗ്രഹിച്ച ഒരു കാര്യം ഇങ്ങനെയുള്ള ഒരു പ്രതികൂലനം കൊണ്ട് നിന്നുപോയി എന്നുള്ളത് സങ്കടകരമാണ്. എനിക്കതിൽ പിടിവാശി അല്പം പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്ക്രിപ്റ്റ് ടെലിഫിലിം ആക്കണമെന്നൊന്നും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരം ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്.
അപ്പം ഞാൻ ഈ അനുഭവം പറഞ്ഞത് നമുക്ക് ഇത്തരം ഒരു നറേറ്റീവ്, ഒരു വിഷ്വൽ ടെക്സ്റ്റ് എഴുതാൻ കിട്ടിയ ഒരു അവസരം, ആ അവസരം അതിൻ്റെ ഒരു പ്രോപ്പർ എക്സിക്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വിഷ്വൽ ടെക്സ്റ്റിൽ കൂടുതൽ പരീക്ഷണം നടത്താൻ നമുക്ക് കൂടുതൽ പ്രേരണ കിട്ടുമായിരുന്നു എന്നൊരു കാര്യം പറയാം. ഇതിന് സമാന്തരമായിട്ട് മറ്റൊരു അനുഭവം കൂടി പറയാം. അപ്പോൾ ആ ഇടയ്ക്കാണ് കോഴിക്കോട് വെച്ചിട്ട് മലയാള മനോരമയുടെ പ്രസിദ്ധീകരണമായ ഭാഷാ പോഷിണി ഒരു തിരക്കഥാ ശില്പശാല നടത്താൻ തീരുമാനിച്ചു. അപ്പം ഞാനും ശിവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ യുവ സുഹൃത്താണ്, ശിവൻ എടമന എന്ന് പറയും. അദ്ദേഹം DC ബുക്സിൻ്റെ അഗത ക്രിസ്റ്റി പുരസ്കാരം, മികച്ച ക്രൈം ത്രില്ലറിനുള്ള അഗത ക്രിസ്റ്റി പുരസ്കാരം നേടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നോവലാണ് ന്യൂറോൺ ഏരിയ. അത് ഒരുപാട് വായിക്കപ്പെട്ട നോവലാണ്. എൻ്റെ പല സുഹൃത്തുക്കൾ അത് വായിച്ച് എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞ നോവലാണ്. ഞാനത് ശിവനോട് പലപ്പോഴും അഭിപ്രായങ്ങൾ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പം ശിവനും ഞാൻ അത്യാവശ്യം സാഹിത്യവും കലയും നാടകവും സിനിമയും ഒക്കെ സംസാരിക്കുന്ന ആളാണ്. നാട്ടിൻപുറത്ത് ഞങ്ങൾ അടുത്തടുത്ത വീട്ടുകാരും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിരന്തരം ഒന്നിച്ച് നടക്കുന്ന ആൾക്കാരാണ്. നാട്ടിൽ അവൈലബിളായി ഇരിക്കുന്ന സമയത്ത് ഒന്നിച്ച് നടക്കുന്നതാണ്, കൂട്ടുകൂടി നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഈ വാർത്ത കണ്ടു. അങ്ങനെ ഞങ്ങളതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അത് അന്ന് തിരക്കഥ ശില്പശാല കോഴിക്കോട് പാരമൗണ്ട് ടവറിലാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ശില്പശാലയ്ക്ക് പോന്നു. അന്ന് ശില്പശാലയിൽ 2 പ്രധാന സെഷനാണ് കാര്യമായിട്ടുണ്ടായത്. ഒന്ന് തിരക്കഥാ എന്നുള്ള ഒരു ക്രാഫ്റ്റിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെ ഒരു ദൃശ്യാഖ്യാനം എങ്ങനെ നമ്മൾ ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ച് വളരെ ഗഹനമായ ഒരു സെഷനാണ്. ആ സെഷൻ നയിച്ചത് പ്രശസ്ത തിരക്കഥാകൃത്തായിട്ടുള്ള, ഒരുപാട് മികച്ച തിരക്കഥകൾ മലയാളത്തിന് നൽകിയിട്ടുള്ള ജോൺ പോൾ സാറായിരുന്നു. മനോഹരമാണ്. ഒരുപക്ഷെ തിരക്കഥാ രചനയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിലുപരി ജോൺ പോൾ സാറ് പറഞ്ഞ മലയാള ഭാഷ, അദ്ദേഹം പറഞ്ഞ ഒരുപാട് മലയാള ഭാഷാ പ്രയോഗങ്ങൾ അതുവരെ എനിക്ക് പോലും അപരിചിതമായിട്ടുള്ള പലതരം. അപ്പം ആ രീതിയിൽ സംസാരം കൊണ്ടും ചലനം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഏവരെയും ആകർഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. ആജാനുബാഹമാണ് ജോൺ പോൾ സാർ എന്ന് പറഞ്ഞാൽ. ഭയങ്കര ആജാനുബാഹമായ മനുഷ്യനാണ്. അപ്പോൾ ആകർഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ജോൺ പോൾ സാറിൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം രചിച്ച തിരക്കഥകളും സിനിമാ രൂപത്തിൽ വന്ന സമയത്ത് നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച നിരവധി സിനിമകൾ ജോൺ പോൾ സാറിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ ആ തിരക്കഥാ ശില്പശാലയുടെ 2ാം ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അഭിനയത്തെക്കുറിച്ചുള്ള ഒരു സെഷനായിരുന്നു. അത് നയിച്ചത് ബാലചന്ദ്രൻ സാറാണ്. മൂപ്പരുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ നാടക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് സിനിമയിൽ വലിയ റോളുകൾ ചെയ്തിട്ടുള്ള മഹാനായ നടനാണ് ബാലചന്ദ്രൻ സാർ. അപ്പോൾ സാറാണ് അത് നയിച്ചത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ജോൺ പോൾ സാറുമായിട്ട് അടുത്ത ഇടപഴകാൻ കിട്ടിയ ഒരു അവസരത്തിൽ ഞാൻ ഈ ടെലിഫിലിമിന് വേണ്ടി തയ്യാറാക്കിയ തിരക്കഥ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണിക്കുകയും അദ്ദേഹം അത് ഒറ്റ നോട്ടത്തിൽ ഒന്ന് നോക്കുകയും അതിൻ്റെ അടിയിൽ ഗോഡ് ബ്ലെസ് യു എന്നൊരു കുറിപ്പോട് കൂടി ഒരു സൈൻ ചെയ്ത് തരികയും ചെയ്തു. അപ്പം അത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് കിട്ടിയ ഒരു പ്രോത്സാഹനം സത്യത്തിൽ ജോൺ പോൾ സാറിൻ്റെതായിരുന്നു. പക്ഷെ സംഭവം നടന്നില്ലെങ്കിൽ കൂടി ഇന്നും ഞാനത് ഇത്തരം സാഹിത്യ വ്യത്യസ്ത രൂപങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എഴുതുന്ന സമയത്ത് ഞാൻ എപ്പോഴും മറക്കാതെ ഓർക്കുന്ന ഒരു സംഭവമാണ് ജോൺ പോൾ സാറിൻ്റെ ആ ഒരു പ്രോത്സാഹനമെന്ന് എടുത്തു പറയട്ടെ. നന്ദി, നമസ്കാരം.